കൊട്ടാരക്കര നീലേശ്വരത്ത് ഈ പറഞ്ഞ കാശിനാഥൻ്റെ സ്റ്റുഡിയോ ഒരു 20കാരന് വേണ്ടി ഒരു കുടുംബം എത്രമാത്രം അവനൊരു ഭിന്നശേഷി വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് അവനെ നല്ല നിലയിലേക്ക് ഒരു കൈ കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമം ഇതിപ്പോൾ കണ്ടില്ലേ. മാധ്യമങ്ങളിൽ നമ്മുടെ പത്രങ്ങളിൽ വന്ന സിയോളിൽ മുഴങ്ങും കാശിനാഥൻ്റെ പാട്ടും മേളവും, കാശിനാഥൻ്റെ ശേഷികൾക്ക് പുരസ്കാരത്തിൻ്റെ നിറവ്, വിസ്മയം തീർത്ത് കാശിനാഥന് നക്ഷത്രബാല്യം പുരസ്കാരം സമ്മാനിച്ചു. കൊല്ലത്തിൻ്റെ ഉജ്ജ്വല ബാല്യം അത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സോളിൽ കീഴടക്കി കാശിനാഥൻ്റെ പാട്ടും മേളവും എന്ന് വേണ്ട അങ്ങനെ വിവിധ പത്രങ്ങളിൽ ഈ കാലയളവിൽ വന്ന ഇത് മുഴുവനും ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഇതേ കൊട്ടാരക്കര നമ്മുടെ പ്രിയപ്പെട്ട MLA കൂടിയായ മന്ത്രി KN ബാലഗോപാൽ കാശിനാഥനെ ഒപ്പം നിന്ന് പടമെടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പ്രമുഖരെല്ലാം ഇതിൻ്റെ ഈ മുറിയിലുണ്ട്. ഒപ്പം ഈ ഹാളിൽ കാശിക്ക് കിട്ടിയിട്ടുള്ള ഒരു വളരെ ഈ പുരസ്കാരങ്ങൾ നിരവധിയാണ്. അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അവൻ്റെ സ്റ്റുഡിയോ, അവൻ്റെ ഒരു സംഗീത ലോകത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ആ കുടുംബം മുഴുവനും കാശിനാഥനെ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് അവനെ കൈപിടിച്ചുയർത്തുന്നത്, നമുക്ക് ആ കാഴ്ചകൾ കൂടി കാണാം. കാശിയുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഇതുപോലൊരു കുടുംബം അവനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട് എന്നാണ്. പല കുട്ടികൾക്കും ഇത് കിട്ടുന്നില്ല. അവർക്ക് പല കഴിവുകളുണ്ട്, പക്ഷെ ആ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടെ ഈ കുടുംബത്തിന് ഒരു ബിഗ് സല്യൂട്ട് ആദ്യമേ കൈരളി ന്യൂസ് നേരുകയാണ്. ഇവന് എത്രമാത്രം നിങ്ങൾ അവനെ ഈ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്? ഇപ്പം ഞാൻ പലതും കണ്ടു, എന്നാലും വാക്കുകളിൽ പറയാൻ ഒതുങ്ങുന്നതല്ലല്ലോ. അല്ലല്ല, ഞങ്ങളുടെ ജീവിതം മൊത്തത്തിൽ തന്നെ കാശിനാഥന് വേണ്ടി മോളുണ്ട് എങ്കിൽ തന്നെയും കാശിമോനാണല്ലോ പരിമിതികളുള്ളത്. അപ്പോൾ ആ പരിമിതികൾ പുറത്ത് കാണിക്കുക, അതിൽ നിന്ന് സഹതാപം അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവനുള്ള കഴിവിനെ മാക്സിമം പുറത്ത് കൊണ്ടുവരിക, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ദൈവം സഹായിച്ച് എനിക്കത് ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നു, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഞാനെന്തെന്ന് വെച്ചാൽ ഞാൻ മാത്രം വിചാരിച്ച് നടക്കില്ലല്ലോ. അപ്പോൾ കലാമേഖലയിലുള്ളവരാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ മേഖലയിലുള്ളവരാണെങ്കിലും മീഡിയ ആണെങ്കിലും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ നമുക്ക് എത്താൻ പറ്റിയത്. എന്താണ് അമ്മ കണ്ട ഈ അമ്പിളി കണ്ട ഒരു ഡിഫോൾട്ട് എന്താണ്? അവനൊരു പരിമിതി? അവനൊരു പരിമിതിയില്ല. നമ്മളെക്കാട്ടിലും എല്ലാ മെമ്മറി അവനുണ്ട്, എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനുള്ള കഴിവുകളുണ്ട്. പിന്നെ റൈറ്റിങ് പാടാണ്, പക്ഷെ അതിനപ്പുറം ദൈവം അവന് ഫുള്ള് കൊടുത്തിരിക്കുകയാണ്. ദൈവം ഇൻബോൺ ആയിട്ട് ടാലൻറ്റ് കൊടുത്തിരിക്കുക കാശിക്കുട്ടന്. നമ്മൾക്കില്ലാത്ത പല കഴിവുകളും കാശിക്കുട്ടനുണ്ട്. കാശിക്കുട്ടൻ 8ഓളം ഇൻസ്ട്രുമെൻറ്റ് തനിയെ വായിക്കും. ഇതൊന്നും നമുക്ക് പറ്റത്തില്ല. 60s-ലെ 70s-ലെ 80s-ലെയും പാട്ടിൻ്റെ BGM കേട്ട് കഴിഞ്ഞാൽ ഏത് പാട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഭയങ്കര മെമ്മറിയാണ്. ഇതുപോലൊരു മകനെ കിട്ടിയത് ഏറ്റവും ഭാഗ്യം. നാനാ തുറയിലും അവൻ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. അവൻ്റെ കലാപരമായ ജീവിതം ഉയർന്നു വരട്ടെ എന്ന് ദിവസവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പൂപ്പനാണ്. കാശി, എങ്ങനെയുണ്ട് പാരൻസിന്റെ സപ്പോർട്ട്? സത്യമാണോ ഇവർ പറഞ്ഞേ? സത്യമല്ലേ പറഞ്ഞേ? സന്തോഷമുണ്ട് എനിക്ക്, പിന്നെ എല്ലാ 8 ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും.
ചെണ്ട വായിക്കും, കഹോൺ വായിക്കും, പാട്ട് പാടും, പിന്നെ ചെണ്ട കൊട്ടും. പിന്നെ ഒത്തിരി അവരുടെ ഈ വീട്ടിൽ അച്ഛൻ അമ്മയെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റിയ ഒരു അവസരമാണ്. മുത്തച്ഛനെയും മുത്തശ്ശിയെ കുറിച്ചൊക്കെ പറയാൻ ഒരു ചാൻസ് ആണിത് പറയാൻ. നല്ലൊരു ആൾക്കാരാണ് കിട്ടിയത്. സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, ഗൗരി എന്നാണ് പേര്. കോട്ടയത്ത് പഠിക്കുകയാണ്. സന്തോഷമുണ്ട്. അല്ല, വേറെ പുതിയൊരു വാർത്തയും കൂടെ കേട്ട് എന്തോ സിനിമയിൽ അഭിനയിക്കാമോ? ഓപ്പറ സിനിമയിൽ അപ്പൂട്ട് അഭിനയിക്കുകയാണ് കഥാപാത്രമായിട്ട്. സിനിമ ഇനി എന്താ തുടങ്ങാൻ പോകുന്നത്. കൈരളി ന്യൂസിന്റെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇതാണ് ഈ നമ്മുടെ കാശിയുടെ ഫാമിലി. ഏതൊരു ഘട്ടത്തിലും ഒരു മനസ്സിന് വളരെ ദുഃഖമുള്ള സമയത്ത് അല്പനേരം മ്യൂസിക് കേട്ടാൽ മതി, നമ്മുടെ ഉള്ളിലെ ദുഃഖം പറന്നു പോകും. ഇപ്പോൾ ഇവർ ലോകത്തിന് തന്നെ എന്താ ലോക സമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ആ ഒരു വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ കുടുംബം ഈ ലോകത്തിന് തന്നെ സംഗീതത്തിലൂടെ അവരുടെ മകനിലൂടെ വലിയൊരു സമാധാനമാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.